ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റാങ്ക് ഫംഗ്ഷന്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ റാങ്കും അതേപോലെ തന്നെ റോ നമ്പറും ഡെൻസ് റാങ്കും ഇതിനെ കറസ്പോണ്ട് ചെയ്യുന്ന എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ തിയറി ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്താം. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് വിൻഡോസ് ഫംഗ്ഷനിൽ പെട്ട ഒരു ഫംഗ്ഷനാണ് റാങ്ക്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എക്സാമ്പിൾ ഒരു ടേബിൾ എടുക്കുന്നുണ്ട്. ഈ ടേബിളിൽ സെയിൽസ് ഡാറ്റ എന്നുള്ള ഒരു ടേബിളാണ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൽ ഉള്ള കോളംസ് നെയിം ഏതൊക്കെയാണ്? കസ്റ്റമർ ഐ ഡി ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡേറ്റ് ഉണ്ട്, സെയിൽസ് എമൗണ്ട് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ഈ റാങ്ക് എന്നുള്ള ഫംഗ്ഷന് റാങ്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ കോളത്തിന് ഇതാക്കാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, BigQueryയിൽ ഫസ്റ്റ് ഞാനിവിടെ സെലക്ട് എന്നുള്ള കസ്റ്റമർ ഐ ഡി സെലക്ട് എന്നുള്ളതിൽ ഞാൻ ആദ്യം എന്തൊക്കെയാണ് സെലക്ട് ചെയ്ത്? കസ്റ്റമർ ഐ ഡി സെലക്ട് ചെയ്ത്, ടേബിളിന് ട്രാൻസാക്ഷൻ ഡേറ്റ് സെലക്ട് ചെയ്ത്, സെയിൽസ് എമൗണ്ടും സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ റാങ്ക് എന്നുള്ള ഫംഗ്ഷൻ കൂടെ യൂസ് ചെയ്ത് റാങ്ക് ചെയ്തിട്ട് ഒരു ഓപ്പൺ ദ ബ്രാക്കറ്റ്, ക്ലോസ് ദ ബ്രാക്കറ്റ്, അതിന് ശേഷം നമ്മൾ ഓവർ എന്തിന്മേലാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്? ഓക്കെ, ഓവർ എന്ന് കൊടുത്തിട്ട് ഓപ്പൺ ദ ബ്രാക്കറ്റ് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് റാങ്ക് ഓവർ, ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ പാർട്ടീഷൻ ബൈ എന്നുള്ള ഒരു സംഭവം കൊടുക്കും. പാർട്ടീഷൻ ബൈ, എന്നിട്ട് പാർട്ടീഷൻ ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതിനെ കറസ്പോണ്ട് ചെയ്യണോ പാർട്ടീഷൻ ചെയ്യേണ്ടത്, അപ്പോൾ അതിനെ കറസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ പാർട്ടീഷൻ ബൈ, ദെൻ കോളം നെയിംസ്. ഇവിടെ ഞാൻ കോളംസ് നെയിംസ് ആയിട്ട് യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ കസ്റ്റമർ ഐ ഡി ആണ്. ഓക്കെ, കസ്റ്റമർ ഐ ഡിനെ പാർട്ടീഷൻ ബൈ ചെയ്തു. ദെൻ ഓർഡർ ബൈ, ഇതിലാണ് ഓർഡർ ചെയ്ത് വരേണ്ടത്, അത് ഓർഡർ ബൈ നേടിയിട്ട് ഏത് കോളാണോ അതിൻ്റെ നെയിം കൂടെ ചെയ്തു. സെയിൽസ് എമൗണ്ടിൽ ഓർഡർ ചെയ്ത് വരണം. എന്നിട്ട് എങ്ങനെ ഓർഡർ ചെയ്യണോ? രണ്ട് ഓപ്ഷൻ ആണോ, ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്. ഇവിടെ ഞാൻ ഡിസെൻഡിങ് നേടി. ഓക്കെ, ഡിസെൻഡിങ്. അപ്പോൾ ഡിസെൻഡിങ് ചെയ്താണെങ്കിൽ ഏറ്റവും ഡിസെൻഡിങ് ആസ് റാങ്ക് എന്നുള്ള ഇത് എഴുതി. പിന്നെ ഫ്രം സെയിൽസ് ഡാറ്റ എന്ന ടേബിളിൻ്റെ നെയിം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ അത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൽ ഇവിടെ സെലക്ട് ചെയ്ത കസ്റ്റമർ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ സെയിൽസ് എമൗണ്ടും വന്നിട്ടുണ്ട്. പിന്നെ റാങ്കാണ്. റാങ്കിന് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്ത്? ആസ് റാങ്ക് എന്നാണ്. അപ്പോൾ റാങ്കിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് റാങ്ക് എങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മളിവിടെ പാർട്ടീഷൻ ബൈ ഓർഡർ ഐ ഡി, പാർട്ടീഷൻ ബൈ കസ്റ്റമർ ഐ ഡി. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഐ ഡി കണ്ടു, ഇവിടെയുള്ള കസ്റ്റമർ ഐ ഡിയിൽ 1 എന്നുള്ള ഒരു പാർട്ടീഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ഈ പാർട്ടീഷൻ ബൈ ചെയ്താൽ നമ്മൾ പാർട്ടീഷൻ ബൈ എന്ന് കൊടുത്തിട്ട് ഏത് ഗ്രൂപ്പിൽ ഏത് കോളമാണോ കൊടുത്തത് കോളത്തിനനുസരിച്ചിട്ട് പാർട്ടീഷൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് കറസ്പോണ്ടിങ് റാങ്ക് കണ്ടുപിടിക്കലാണ് ചെയ്യല്ലേ. അപ്പോൾ ഇവിടെ പിന്നെ ഓർഡർ ബൈ ചെയ്യാൻ പറഞ്ഞത് സെയിൽസ് എമൗണ്ട്. അപ്പോൾ സെയിൽസ് എമൗണ്ട് നമുക്കറിയാം. ഓർഡർ ബൈ സെയിൽസ് എമൗണ്ട് അസെൻഡിങ് അല്ല, ഡിസെൻഡിങ്. അപ്പോൾ ഡിസെൻഡിങ് കൊടുത്തത് കൊണ്ട് ഹയർ എമൗണ്ടിന് 1 എന്നുള്ള റാങ്ക് കൊടുക്കും. ഓക്കെ, ഇനി ഓർഡർ ബൈ സെയിൽസ് എമൗണ്ട് അസെൻഡിങ് ആണ് കൊടുത്തെങ്കിൽ ലോവർ എമൗണ്ടിന് 1 എന്നുള്ള റാങ്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ ഡിസെൻഡിങ് ആയതുകൊണ്ട് 200 എന്നുള്ളതിന് 1 റാങ്ക് കൊടുത്ത്. പിന്നെ ഇതിൽ ഈ കസ്റ്റമർ ഐ ഡിയിൽ ഏറ്റവും രണ്ടാമത്തെ ചെറുത് 1 എന്നുള്ള കസ്റ്റമർ പാർട്ടീഷൻ ചെയ്ത കസ്റ്റമർ ഐ ഡിയിൽ
ഏറ്റവും രണ്ടാമത്തത് പിന്നുള്ളത് 150, 200, 100 അതിൽ ഏറ്റവും വലുത് ഏതാ? 150. അപ്പോൾ അതിന് 2 എന്നുള്ള റാങ്ക് കൊടുത്തു. പിന്നെ അതിൽ ചെറുതുള്ളത് 3 എന്നുള്ള റാങ്ക് കൊടുത്തു. ഓക്കെ. ഇനി അടുത്ത പാർട്ടീഷൻ ചെയ്തത് ഇനി 1 എന്ന നമ്പർ ഇവിടെ ഇല്ല. ഇനിയുള്ളത് ഫുള്ള് 2 അപ്പോൾ 2ൽ ഏറ്റവും കൂടുതൽ ഹയർ വാല്യൂ വരുന്നത് 300. അപ്പോൾ അതിന് നമ്മൾ അടുത്തത് റാങ്ക് പ്രകാരം 1 എന്ന് കൊടുത്ത്, പിന്നെ 250 വേണ്ടി 2 കൊടുത്ത്, 100 ആയതുകൊണ്ട് 300 എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് റാങ്കിങ് ചെയ്യുന്നത്. റാങ്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഡെൻസ് റാങ്ക് ആണ്. ഓക്കെ. ഈ ഡെൻസ് റാങ്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ മുന്നത്തെ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം ഇത് കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഡെൻസ് റാങ്കിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇതിൽ സാധാ പോലെ തന്നെ സെലക്ട് കസ്റ്റമർ ഐ ഡി നമ്മുടെ സെലക്ട് ചെയ്തതിന്, ട്രാൻസാക്ഷൻ ഡേറ്റ്, സെയിൽസ് എമൗണ്ട്, പിന്നെ ഡെൻസ് റാങ്ക് എന്ന് കൊടുത്ത് ഓപ്പൺ ദ ബ്രാക്കറ്റ്, ഇവിടെ ഓപ്പൺ ദ ബ്രാക്കറ്റ്, ക്ലോസ് ദ ബ്രാക്കറ്റ്, പിന്നെ ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഓവർ എന്ന് കൊടുത്ത് ഓവർ, ദെൻ ഓപ്പൺ ദ ബ്രാക്കറ്റ്, ക്ലോസ് ദ ബ്രാക്കറ്റ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതിയത്? പാർട്ടീഷൻ ബൈയും പിന്നെ ഓർഡർ ബൈയും എഴുതിയത്. പാർട്ടീഷൻ ബൈ ഏത് പാർട്ടീഷൻ ചെയ്യേണ്ടത് അത് കസ്റ്റമർ ഐ ഡി ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഈ 1 എന്നുള്ളതിനെ ഒരു പാർട്ടീഷൻ, 2 എന്നുള്ള ഒരു പാർട്ടീഷനായിട്ട് എടുത്തു ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം. ദെൻ ഓർഡർ ബൈ സെയിൽസ് എമൗണ്ട് നേരത്തെ പോലെ തന്നെ സെയിൽസ് എമൗണ്ട് പാർട്ടീഷൻ ബേസിൽ സെയിൽസ് എമൗണ്ടിന് ഓർഡർ ബൈ ചെയ്തും ഏറ്റവും ഹയർ വാല്യൂ ഉള്ളതിന് 1 എന്ന നമ്പർ കൊടുക്കും. ഓക്കെ. അപ്പോൾ അതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡെൻസ് റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡെൻസ് റാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹയർ 1 എന്നുള്ള പാർട്ടീഷൻ ചെയ്ത 1 എന്നുള്ള കസ്റ്റമർ ഐ ഡിയിൽ ഏറ്റവും ഹയർ ഉള്ള 200 ആണ്. അതിന് 1 എന്നുള്ള റാങ്ക് കൊടുത്ത്, 2 എന്നുള്ളതിന് 150ന് 2 കൊടുത്ത്, 100 3 കൊടുക്കും. ഇവിടെ എന്തുകൊണ്ട് ഡെൻസ് റാങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ 150ന് പകരം ഇവിടെ 200 തന്നെയാണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് 200 തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റാങ്ക് 2 ആയിരിക്കില്ല, ഇവിടെ വീണ്ടും 1 ആയിരിക്കും വരല്. ഓക്കെ. 1 ആയിരിക്കും അവിടെ വരല്. 1 എന്നുള്ള റാങ്ക് ആയിരിക്കും വരല്. എന്നിട്ട് പിന്നെ ഇതിൽ 100 പിന്നെ ഇവിടെ 100, മൂന്നാമത്തെ കളിയിലും 100 തന്നെയാണെങ്കിൽ അതിൻ്റെ റാങ്ക് 2 വരുന്നതിന് പകരം നേരെ 3 വരും. അതാണ് സോറി, ഇവിടെ വീണ്ടും 1 വരല്. പിന്നെ 2 സ്കിപ്പിംഗ് ഉണ്ടാവില്ല. ഇനി സാധാ ഡെൻസ് റാങ്കിൽ 2 ഇവിടെ 2 ഇപ്പോൾ ഉദാഹരണത്തിൽ ഇവിടെ 200 തന്നെയാണെങ്കിൽ ഇവിടെ വീണ്ടും 1 വരും. പിന്നെ ഇവിടെ അടുത്ത 100ന് ഇവിടെ 3 വരില്ല, അത് ഇവിടെ 2 ആയിരിക്കും വരുന്നത്. അതാണ് ഡെൻസ് റാങ്ക് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് റോ നമ്പർ ആണ്. ഈ റോ നമ്പറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, റോ നമ്പറും സെയിം, ഇതിൻ്റെ ഏകദേശം റോ നമ്പർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൽ എന്ത് നോക്കൂല. ഇവിടുത്തെ ഈ റോ നമ്മൾ കസ്റ്റമർ ഐ ഡി സെലക്ട് ചെയ്ത്, അതുപോലെ ട്രാൻസാക്ഷൻ ഡേറ്റ്, സെയിൽസ് എമൗണ്ട്, റോ നമ്പർ എന്ന് കൊടുത്ത്, സോറി, റോ നമ്പർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോ നമ്പർ കൊടുത്ത് ഓപ്പൺ ദ ബ്രാക്കറ്റ്, ക്ലോസ് ദ ബ്രാക്കറ്റ്. ഇത് ഇങ്ങനെ തന്നെ സിൻടാക്സ് ചെയ്തിട്ടുണ്ട്. ഓവർ എന്ന് കൊടുക്കുക, ദെൻ പാർട്ടീഷൻ ബൈ ഏതിനാണോ പാർട്ടീഷൻ ചെയ്യുന്നത് അതിൻ്റെ കസ്റ്റമർ ഐ ഡി കൊടുത്ത്, ഓർഡർ ബൈ ട്രാൻസാക്ഷൻ ഡേറ്റ് കൊടുത്ത്, ഇവിടെ നമ്മൾ എന്ത് അസെൻഡിങ് ഡിസെൻഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആസ് റോ നമ്പർ ഫ്രം സെയിൽസ് ഡാറ്റ. ഓക്കെ. ഇനി നമ്മൾ ഈ റോ നമ്പർ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ റോ നമ്പർ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇതിൽ ഏതിലാണോ ഓർഡർ ബൈ കൊടുത്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 മുതൽ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് 1 മുതൽ കറസ്പോണ്ടിങ് ഓരോന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ഓരോന്ന് കൂടി എന്താക്കും, നമ്പർ വന്നിട്ടുണ്ടാവും. നമ്പറിങ് കൊടുക്കും. അതാണ് റോ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2
കസ്റ്റമർ സെയിൽസ് 200, ഇതിൻ്റെ എമൗണ്ട് ഒന്നും ഇതിന് പ്രധാനമല്ല. ടോപ്പിൽ നിന്ന് മുകളിലേക്ക് 1 മുതൽ നമ്പറിങ് ചെയ്യും. ഓക്കെ, ഏ അത് ചെയ്യും. അപ്പോൾ ഇവിടെ കസ്റ്റമർ ഐ ഡി എന്നുള്ളത് പാർട്ടീഷൻ ബൈ കൊടുത്തത് കൊണ്ടാണ് എന്തായത്, പാർട്ടീഷൻ ബൈ കൊടുത്തതുകൊണ്ടാണ് 1 2 3 വന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് നമ്പർ, നമ്പർ 1 2 3. ഇപ്പോൾ ഈ സെയിം ആണെങ്കിലും അതിന് 4 എന്നുള്ള നമ്പറാണ് കൊടുക്കല്. അപ്പോൾ 3 എന്ന് കൊടുക്കും. ഇനി അടുത്ത ഇതിൽ ഇവിടെ 150 കഴിഞ്ഞിട്ട്, അല്ല സോറി, ഇവിടെ ഇനിയിപ്പോൾ ഈ സെയിൽസ് എമൗണ്ടിൽ ഈ റോ നമ്പറിൽ ഇവിടെ ഇത് എന്താക്കുക, 200 പകരം 100 ആണെന്ന് വെച്ചോളൂ. 100 ആണെങ്കിൽ എന്താക്കും, ഈ 100 ആണെങ്കിൽ പോലും ഇതിന് 2 എന്ന നമ്പർ തന്നെ കൊടുക്കല്. മറ്റേ ലെൻസ് റാങ്ക് പോലെ സെപ്പറേറ്റ് നമ്പർ വരില്ല റാങ്ക് പോലെ. പിന്നെ അടുത്തത് 100 ആണെങ്കിൽ അതിന് 3 നമ്പറാണ് കൊടുക്കല്. നമ്മൾ എമൗണ്ട് ഏത് കറസ്പോണ്ടിങ് ആണോ എന്നുള്ളതിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. പാർട്ടീഷൻ ബൈ മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, അതാണ് റോ നമ്പർ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന് പ്രകാരം നമുക്ക് എങ്ങനെ BigQueryയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ശേഷം BigQuery ഞാൻ ഇവിടെ ചെയ്ത എക്സാമ്പിൾ ഒന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കോളൂ. സെലക്ട് യൂസർ ഐ ഡി, പ്രൊഡക്റ്റ് ഐ ഡി, ജെൻഡർ ഐ ഡി, സിറ്റി കാറ്റഗറി, പ്രൊഡക്റ്റ് കാറ്റഗറി, പർച്ചേസ്, റാങ്ക്, ഓപ്പൺ ദ ബ്രാക്കറ്റ്, ക്ലോസ് ദ ബ്രാക്കറ്റ്, ദെൻ ഓവർ, പാർട്ടീഷൻ ബൈ, പ്രൊഡക്റ്റ് കാറ്റഗറി ഇവിടെ ഉണ്ട്. പ്രൊഡക്റ്റ് കാറ്റഗറി ഈ കാറ്റഗറി ബേസിൽ ഞാൻ പാർട്ടീഷൻ ചെയ്ത്, പിന്നെ ഓർഡർ ബൈ പർച്ചേസ് കൊടുത്തിട്ട് ഞാൻ എന്താക്കി, ആസ് റാങ്ക് പർച്ചേസ് ഇതിനെ ആസ് റാങ്ക് എന്നുള്ള പുതിയ കോളായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഫ്രം ഫാർമേഴ്സ് ഡാറ്റ, ഫാർമേഴ്സ് ഡോട്ട് വാൾമാർട്ട് ഡാറ്റ എന്നാണ് ഞാൻ എടുത്തത്. ഓർഡർ ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി എന്താക്കി, പ്രൊഡക്റ്റ് കാറ്റഗറി ഞാൻ ഡിസെൻഡിങ് ഓർഡറിൽ പ്രൊഡക്റ്റ് കാറ്റഗറി ചെയ്തു. എന്നിട്ട് ഇതിനെ റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്കറിയാം, ഇതിനെ റൺ ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കോളങ്ങളും അവിടെ വന്ന്, പോരാത്ത റാങ്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊഡക്റ്റ് കാറ്റഗറിയിലാണ് എന്ത് ചെയ്തത്, പാർട്ടീഷൻ ചെയ്തത്. അപ്പോൾ 20 എന്നുള്ളതിന് മൊത്തം 20 എന്നുള്ളതിന് ബേസ് 20 എന്നുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് ഒരു നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യും. കോമൺ ആണെങ്കിൽ റാങ്ക് പ്രകാരം എല്ലാത്തിനും ഒരേ നമ്പർ ആയിരിക്കും. എന്നിട്ട് അതിൽ എത്ര റാങ്ക്, ഇതിപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈ 20 എന്നുള്ളിടത്ത് 20 എന്നുള്ളതിൽ 115 പർച്ചേസ് ഓർഡർ ബൈ പർച്ചേസ് അല്ല കൊടുത്തത്. അപ്പോൾ 118 എന്നുള്ളത് സെയിം റാങ്ക് കൊടുത്ത്, വീണ്ടും 20ൽ 118 ആണ്, അതിന് സെയിം റാങ്ക് കൊടുത്ത്. അങ്ങനെ ഇത് ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോൾ ഇതിൽ 20 എണ്ണത്തിന് 20 എന്നുള്ളതിന് 118 വന്ന് അതിന് സെയിം റാങ്ക് തന്നെ കൊടുത്തു. അപ്പോൾ 19 ഒന്നാണ് ഇവിടെ വന്നത്. ഇനി അടുത്തത് 20ാമത്തെ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ ബേസിന് ആ പാർട്ടീഷൻ ചെയ്തതിന് ഇപ്പോൾ 119 എന്നുള്ള ഒരു പർച്ചേസ് എമൗണ്ടാണ് വന്നത്. അപ്പോൾ അതിന് 20ാമത്തെ റാങ്കാണ് കൊടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20. ഇനി വീണ്ടും ഫുള്ള് അത് സെയിം ആണ് 20. എപ്പോഴാണോ 119 മാറുന്നത് അതിന് കറക്റ്റ് 120 ആയപ്പോൾ എത്ര എണ്ണം ആഡ് ചെയ്തോ അതെല്ലാം വിട്ടിട്ട് 120ാമത്തെ 44 എന്നുള്ള ഇത് കൊടുത്തു. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡെൻസ് റാങ്ക് എങ്ങനെ കൊടുത്തെന്ന് നോക്കാം. ഡെൻസ് റാങ്ക് സെയിം ഇത് സെയിം ഡാറ്റ തന്നെയാണ് എടുത്തത്. എന്നിട്ട് ഈ റാങ്കിന് പകരം ഡെൻസ് റാങ്ക് മാത്രം കൊടുത്തു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതും സെയിം പോലെ തന്നെ ഈ പാർട്ടീഷൻ ബൈ പ്രൊഡക്റ്റ് കാറ്റഗറിയാണ്. അപ്പോൾ 20 എന്നുള്ള പ്രൊഡക്റ്റ് കാറ്റഗറി,
ഓർഡർ ബൈ പർച്ചേസും ആണ്. അപ്പോൾ 118-ന് സെയിം റാങ്ക് തന്നെ കൊടുത്തത്. ഇനി 118 ഇപ്പം 119 മാറിയാൽ നേരത്തെ ഇവിടെ രണ്ടാമത്തെ റാങ്ക് വന്നു. ആ സ്കിപ്പിംഗ് പരിപാടി ഇല്ല. നേരത്തെ റാങ്ക് കൊടുത്തപ്പോൾ ഇവിടെ 119 മാറിയപ്പോൾ 20 വന്നിരുന്നത്, ഇവിടെ 2 വന്നു. ഇനി 119 മാറി 120 ആകുമ്പോൾ 3 വരും. കണ്ടോ, 119 മാറി 3 വരും. അപ്പോൾ ഇതാണ് ടെൻസ് റാങ്ക്. ഇനി റോ നമ്പർ ആണെങ്കിൽ റോ നമ്പറിന് സെയിം തന്നെ സാധനങ്ങളൊക്കെ സെയിം എടുത്ത് റോ നമ്പർ എന്നുള്ള ഇത് കൊടുത്ത് ഓപ്പൺ ദ ബ്രാക്കറ്റ് ഓവർ ബൈ പാർട്ടീഷൻ ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി ഓർഡർ ബൈ പർച്ചേസ്. ഓക്കെ, ഇത് ഞാൻ റൺ ചെയ്യാം. ഇത് റൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. റോ നമ്പർ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാ പ്രൊഡക്റ്റ് കാറ്റഗറി 12 ഒന്നാമത്തെ പർച്ചേസ് 342 1 എന്ന നമ്പർ കൊടുത്ത്, പിന്നെ 12 വന്നതിന് 342 കൊടുത്ത്, ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൊഡക്റ്റ് കാറ്റഗറി ആണ് കൊടുത്തത്. പിന്നെ 3, 4, 5 ഇങ്ങനെ. ഇനി എപ്പോഴാണ് 12 ദെൻ 100 12 ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ലാസ്റ്റിലേക്ക് അടിച്ചു. അപ്പോൾ 5 വന്നപ്പോൾ അതാ 5 എന്നുള്ളതിന് 15,000 എത്രയാണോ ഇറസ്പെക്റ്റീവ് റോ നമ്പർ ഇതാ റാങ്ക് ഇങ്ങനെ കൂടി വന്നു. ഓക്കെ, 50 ഇപ്പോൾ ഇതിൽ വ്യൂ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു 200 ആക്കാം. 12 മാറുമ്പോൾ അവിടെ മാറ്റം വരും. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൊഡക്റ്റ് കാറ്റഗറി ഇവിടെ റോ നമ്പറിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ റാങ്ക് ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ 3200 എണ്ണം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പർച്ചേസിൻ്റെ എമൗണ്ട് ഒന്നും അവിടെ നോക്കുന്നില്ല, എത്ര പെർസെൻസ് മുകളിൽ അടിയിലേക്ക് നമ്പറിങ് കൊടുത്തു വരും. അപ്പോൾ ഇത്രയാണ് റാങ്കും അതുപോലെ ഡെൻസ് റാങ്കും റോ നമ്പറും. ഇത് നമ്മൾ BigQuery എക്സാമ്പിൾസ് ഇവിടെ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.